ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. അത് വാങ്ങാനൊരു കാരണമുണ്ട്. എൻ്റെ മോൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൻ എറണാകുളത്ത് ജോലി ചെയ്യാണ്. ഇന്നാണ് നാട്ടിലെത്തിയത്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കേട്ടോ കല്ലുമ്മക്കായ നിറച്ചത്. നമ്മളധികവും പ്രഭാത ഭക്ഷണത്തിന് അരി നിറച്ച് ഇങ്ങനെ കല്ലുമ്മക്കായ കിട്ടുന്ന സമയത്ത് ചെയ്യാറുണ്ട്. അതാണ് അവന് ഏറ്റവും ഇഷ്ടം. പിന്നെ നാളെ അവൻ്റെ 2 ഫ്രണ്ട്സ് അവനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലെത്തിയതറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അവർക്കും കൂടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ എന്തായാലും പൂഴിയടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ പീശത്തി വെച്ച് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് മാത്രമേ ഇത് പൊളക്കാൻ പാടുള്ളൂ. കല്ലുമ്മക്കായ വൃത്തിയാക്കി വെച്ചു. ഇങ്ങനെയാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കണം. ഞാനിവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് രണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് മില്ലിൽ പൊടിച്ചെടുത്തതാണ്. പണ്ടത്തെ കാലത്ത് അമ്മയും മാമൻ്റെ ഭാര്യയൊക്കെ അരച്ചെടുക്കുമായിരുന്നു. അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അത് ചെയ്തതെന്ന്. ഇപ്പോൾ പൊതുവേ കല്ലുമ്മക്കായ റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരുപാട് പാടാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും നമ്മൾക്കിത് റെഡിയാക്കിയെടുക്കാം. പണ്ടത്തെ കാലത്ത് മിക്സിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം അമ്മിയിൽ തന്നെയായിരുന്നു അരച്ചെടുത്തിരുന്നത്. അന്ന് നമ്മൾ വീട്ടിൽ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എത്തണമെങ്കിൽ അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഈ സമയത്ത് തോന്നുന്നുണ്ട്. കല്ലുമ്മക്കായ അരി നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് വലിയ പാടാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ് ഇങ്ങനെ നിറച്ച് വെക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുക. കാരണം രാവിലെ ഇത് ഉപ്പും മുളകൊക്കെ മസാലയൊക്കെ പുരട്ടി പൊരിച്ചെടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയിൽ നിന്നും കല്ലുമ്മക്കായ വേർപെട്ട് വരില്ല. അതുകൊണ്ടാണ് എല്ലാവരും രാത്രി തന്നെ ഇതൊരുക്കി വെക്കുന്നത്. ഇനി ഇഡലി തട്ടിൽ വെള്ളം അടുപ്പത്ത് വെക്കണം. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് വേവിച്ച് എടുക്കണം. പിന്നെ രാവിലെ നോക്കിയാൽ മതി. കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കെപ്പോഴും അമ്മേൻ്റെ തറവാടാണ് ഓർമ്മ വരിക. അവിടെ നമ്മൾ മാമൻ്റെ മക്കളും മാമനും മാമിയും ഒക്കെയുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നു. അവിടെ 10-13 പേർക്ക് ഉള്ള ഭക്ഷണം അമ്മയും മാമിയും ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ചില ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ വീടും അമ്മമ്മയുടെ ലീഡർഷിപ്പും ഒക്കെയാണ് ഓർമ്മ വരിക. അമ്മമ്മ എല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ അമ്മമ്മയുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും. ആ രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അവരാണ് ഞങ്ങളെ ഇങ്ങനെയുള്ള രുചികളിലൊക്കെ അന്നത്തെ കാലത്ത് കൂട്ടിക്കൊണ്ടുപോയത്. ആ ഒരു രുചി അറിഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാനും പഠിച്ചത്. പണ്ടൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഓരോരുത്തരുടെയും ലൈഫിലുണ്ടാവും ഇങ്ങനെയുള്ള വ്യത്യസ്ത രുചികളും അവരുടെ കുട്ടിക്കാലവും തറവാടും ഒക്കെ. എനിക്കിപ്പോൾ എന്തോ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഓർമ്മകളൊക്കെ വരുന്നു. അത് ഞാൻ വെറുതെ ഷെയർ ചെയ്തെന്ന് മാത്രം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇത് ഇതേപോലെ തന്നെ അടച്ചു വെക്കാം. രാവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ കല്ലുമ്മക്കായ്ക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കിയിട്ടുണ്ട്. മഞ്ഞൾ, മുളക്, ഉപ്പ്, ഒരിത്തിരി അരിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് മസാല റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേവിച്ച കല്ലുമ്മക്കായ ഇതിനകത്തേക്ക് ഇടാം. ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇത് മസാല പുരട്ടുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചിലവർക്ക് ഇത് വയറുവേദനയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് ഈ സമയത്താണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതുപോലെ എല്ലാം നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് മസാലയിലേക്ക് ഇടാം. നമ്മൾ മസാല പുരട്ടി നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. പണ്ട് കാലത്ത് അമ്മൂമ്മയൊക്കെ എന്താ പറയുക, ദോശക്കല്ലിലൊക്കെ ആയിരുന്നു ഇത് പൊരിച്ചെടുത്തിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചീനച്ചട്ടിയിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് 3-4 ഒന്നിച്ചിട്ട് വറുത്ത് കോരലാണ്. എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. മറ്റേതെന്ന് വെച്ചാൽ ഓരോ ഭാഗത്തായിട്ട് മസാല എരിവ് കൂടിയതുപോലെ ഉണ്ടാവും. ഇതാവുമ്പോൾ എല്ലാം ഒന്നിച്ച് ആയതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഞാനിത് പൊരിച്ചെടുക്കാറ്. ഇതൊരു ഭാഗമായി കഴിഞ്ഞു. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമതും ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ തലശ്ശേരി ഭാഗത്താണ് കല്ലുമ്മക്കായ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത്. ഞങ്ങളൊരിക്കൽ എറണാകുളം പോയ സമയത്ത് അവർക്കൊന്നും ഇതെന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയാം. ഞാനിത് കഴിച്ചു നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.